എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികളോട് നിനക്ക് പഠിക്കാൻ കഴിയില്ല, നിനക്ക് ജയിക്കാനുള്ള സാധ്യതയില്ല, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഇടയ്ക്കിടെ പറയരുത് എന്ന് പറയാനുള്ള കാരണം എന്ന് നിങ്ങൾക്കറിയാമോ? മറ്റൊന്നുമല്ല, ഇടയ്ക്കിടെ നമ്മളിങ്ങനെ നിനക്ക് കഴിയില്ല കഴിയില്ല എന്ന് പറയും തോറും നമ്മുടെ കുട്ടിയുടെ ബ്രെയിനിൽ ആദ്യമൊക്കെ ഡിസഗ്രി ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അമ്മ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നത് ശരിയാണ്, എനിക്കതിന് കഴിവില്ല എന്നുള്ളത് സ്വയം അതിന്റെ ബ്രെയിൻ അങ്ങനെ വിശ്വസിച്ചു പോകും. ബ്രെയിനിന്റെ ഈ കളിയെ പറയുന്ന പേരാണ് ഇല്യൂസറി ട്രൂത്ത് എഫക്ട്. അതായത് ഏതൊരു കാര്യവും റിപ്പീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ടെൻഡൻസി. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അതായത് ചിലപ്പോൾ പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ, പഠിക്കാൻ പുറകോട്ടുള്ള അല്ലെങ്കിൽ വാശി കാണിക്കുന്ന കുട്ടിയാണെങ്കിൽ, നീ ഭയങ്കര വാശിക്കാരനാണ്, നീ ഒന്നും ചെയ്യില്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം നീ നല്ല കുട്ടിയാണ്, നിനക്ക് ശ്രമിച്ചാൽ കഴിയും എന്ന് ഒരുപാട് തവണ പോസിറ്റീവായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്താലും ബ്രെയിൻ അതാണ് സത്യമെന്ന് വിചാരിക്കും. അതായത് നമ്മുടെ ബ്രെയിനിന് റിപ്പീറ്റേഷനിലൂടെ എന്താണോ കേൾക്കുന്നത് അതാണ് ട്രൂത്ത് എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ശരിയല്ല, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പാസ്സാവാൻ ചാൻസ് ഇല്ല, അങ്ങനെയാണെങ്കിലാണ് നെഗറ്റീവായിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, അവർ പറയുന്നത് കറക്റ്റ് ആണോ അതോ സത്യത്തിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. കാരണം ബ്രെയിൻ തന്നെ ഒരു ചെറിയ കൺഫ്യൂഷനിലായിരിക്കും. താങ്ക് യു.